ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ലൗ അന്ന ഇംറഅത മിനൻ നിസാഇ അഹ്ലിൽ ജന്നതി ബസഖത് ഫീ സബ്അതി അബ്ഹുരിൻ ലകാനത് തിൽകൽ ബഹ്റു അഹ്റാ മിനൽ ഹസലി. മുത്തായ നബി തങ്ങൾ ചൊല്ലത് സ്വർഗ്ഗത്തിലെ മഹത്വം നങ്ങ പഠിക്കണോ. അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ വേണ്ടേ അല്ലേ? ഇപ്പൊ എരോഡിസാക്കളോടൊത്ത് വന്നിട്ട് ഒന്നര പോലീസ് ഇങ്ങനെ ചൊൽമത്ത് ഒന്ന് എടുക്കൊണ്ടാവും അല്ലേ? വലിയ ഒരു കമ്പനിക്ക് പോയാ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കുവാനായിട്ട് പോയാ അപ്പുറത്തെ വന്നിട്ട് അതിന്റെ സെയിൽസ്മാൻ വന്നിട്ട് അതിന്റെ മഹത്വം ഒന്നൊന്ന് വർണ്ണിച്ചിട്ട് വർണ്ണനാക്കുമ്പോ നമുക്ക് ഒന്ന് പൈസ ഇല്ലെങ്കിൽ ഒന്ന് എടുക്കാൻ ചൊല്ലത് കൊണ്ട്. അപ്പൊ അതേപോലെ ഹബീബായ നബി തങ്ങ പരിശുദ്ധമായ ഖുർആനില് സ്വർഗ്ഗത്തിലെ മഹത്വം നമുക്ക് ചൊല്ലുന്നുണ്ട്. അത് കേൾക്കുമ്പോ ഞങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആശയുണ്ട്. ഹബീബായ നബി തങ്ങൾ ചൊന്നല്ലോ അന്ന ഇംറഅതൻ മിനൻ നിസാഇ മിൻ അഹ്ലിൽ ജന്ന ബസഖത് ഫീ സബ്അതി അബ്ഹുരിൻ. സ്വർഗ്ഗത്തിൽ നിന്ന് ഊറുല്ലിങ്ങളായ ഒരു പെണ്ണ്, ആ പെണ്ണുണ്ടല്ലേ സ്വർഗ്ഗത്തിൽ നിന്ന് ആ ഊറുല്ലിങ്ങളായ പെണ്ണ് അത് ഈ 7 കടലുകൾ വന്നിട്ട് ഒറുക്ക തുപ്പിട്ടുണ്ടാ. ആ കടലിലെ തണ്ണി ഉണ്ടല്ലേ, ഉപ്പുരസമുള്ള തണ്ണി ഉണ്ടല്ലേ, ആ തണ്ണിയെല്ലാം ഇവിടെ ഉണ്ടല്ലേ നല്ല തേനിനാട്ടി മധുരമുള്ളതായി പോ. തേനിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടോ, എത്ര മധുരം ഉണ്ടോ, അതിനാട്ടിൻ വലിയ മധുര ആട്ട് കടലിലെ തണ്ണിക്ക് പറൂ. സ്വർഗത്തിലെ ഒരു പെണ്ണ് അതൊക്കെ തുപ്പിത്തുണ്ടായ അത്രയും മഹത്വമുള്ള സ്വർഗ. ആ സ്വർഗത്തുക്ക് നിങ്ങൾ പോണുണ്ടായങ്ങ എന്റെ പ്രിയപരിസത്തെ മുഅ്മിനീങ്ങളെ, അവിടെ എത്തിണ്ടായങ്ങ നിങ്ങൾക്ക് സന്തോഷം എത്ര കൊണ്ടുണ്ട. ഒരു മനുഷ്യ സ്വർഗത്തുക്ക് എത്തിണ്ടായങ്ങ നരകത്തുക്ക് പോണ്ടോണം, നരകത്തുക്ക് എത്തിണ്ടായങ്ങ ആ സ്വർഗത്തിലെയും നരകത്തിലെ നടുവില് മരണ ചൊല്ല ഈ സംഭവത്തെ അല്ലാഹു കൊമ്പുണ്ടോ. മരണ ചൊല്ല സംഭവത്തെ കൊണ്ടിട്ട് ആ മരണ ചൊല്ലത് വിളിച്ചു ചൊല്ലു യാ അഹ്ലൽ ജന്ന. ഓ സ്വർഗത്തുക്ക് പോണ്ട മനുഷ്യന്മാരെ, പോയ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ഒന്നാമത്തെ സന്തോഷം എന്തിനെ കൊണ്ടുണ്ടാ. ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് മരിക്കുകയില്ല. മരിക്കണവൻ ചൊല്ലത് സ്വർഗത്തിലില്ല, മരിക്കുകയില്ല സ്വർഗത്തിൽ. പിന്നെന്ത് ടെൻഷനേ ഇല്ല. മരിക്കോ ഇന്നേ കൊണ്ടല്ലേ ഞങ്ങൾക്ക് പേടി. ഇപ്പൊ ഞങ്ങൾക്ക് ദുനിയാവിൽ മരിക്കുകയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഖബറിനെ പേടിക്കണം, മഹേശ്വരനെ പേടിക്കണം, ഒന്നും പേടിക്കണം. ദുനിയാവിലെ ഇങ്ങനെ ഒന്നുണ്ടായെങ്കിൽ ഞങ്ങൾ കാലാകാല ദുനിയാവിലുണ്ടായ പിന്നെ എന്ത് പേടിക്കണോണ്ടില്ല. ഞങ്ങൾ മരിച്ചിട്ട് ഖബറിൽ കിടക്കണോ ചൊല്ല ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പേടി. ഞങ്ങൾ മഹേശ്വരക്ക് പോയിന്നത് കൊണ്ട് ഞങ്ങൾക്ക് പേടി. കള്ളു കുടിക്കുമ്പോൾ അല്ലാ മഹേശ്വരക്ക് എത്തുമ്പോൾ അവിടെ എല്ലാ റിസൾട്ട് കിട്ടും. പിന്നെ ഒരുത്തര ഗൈബത്ത് അങ്ങോട്ട് വെച്ചിട്ട് ചൊല്ലുമ്പോ നിസ്കരിച്ചിട്ട് പോയിട്ട് നല്ല നിസ്കാരം കളിച്ചിട്ട് പോയിട്ട് അങ്ങോട്ട് അങ്ങനെ വെച്ച് പിന്നെ ഒരത്തൊക്കെല്ലാം ഓതി വെച്ചിട്ടേ പോകണ്ടോ. ചില മനുഷ്യന്മാർ അങ്ങനെ നിസ്കരിച്ച് ജമാഅത്ത് വന്നിട്ട് നിസ്കരിക്കാത്തോണക്കും എല്ലാം ഓതി വെക്കണം. ഓണമല്ല നിസ്കാരക്കാരായിട്ട് പള്ളിയിൽ വന്നിട്ട് അവര് സഫ് 4 റക്അത്ത് റവാത്തിബ് ആക്കിയിട്ട് ഉസ്താദിന്റെ കൈയെല്ലാം പിടിച്ചിട്ട് ചുമത്തിയിട്ട് റാഹത്തിൽ പോണ്ട. നല്ല കുടിച്ചെങ്കിൽ ഈമാനം ഉണ്ട്, താഴിലും മുട്ടിലുള്ള മുഖത്തിലുള്ള കാണ്ട് അങ്ങോട്ട് പോയിട്ട് ഗേറ്റ് അവിടെ പോകുമ്പോഴത്തേക്ക് ഒരുത്തര ചന്താണ് അങ്ങനെ പിന്നെ അങ്ങനെ 4 ആൾ കയറി ഓതി വെച്ചിട്ട് അമ്മത്ത് അവന് 0 ആയ. ഇബ്ലീസ് ഒന്ന് അതിനെ വേഗം കടന്നു റാഹത്തിൽ പോയിട്ട് കിടന്നുറങ്ങോട്ട്. ഇബ്ലീസ് വന്നിട്ട് ഞങ്ങളെ തലയിൽ വെച്ചിട്ടുണ്ട്, നീ അങ്ങനെ ഇതിന്റെ കൂലി അങ്ങനെ നിക്കായിട്ട് നീ പോണ്ട, നീ എന്താക്കണം അങ്ങാട്ട് വെച്ചിട്ട് അവിടെ ഒരു ബീഡി വലിക്കോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കോ വേണ്ടിട്ട് പോണ്ടോ. പോയിട്ട് 4 ആളെ ദൈവത്തെ ചൊന്നിട്ട് അത് കൊടുത്തിട്ട് ഓതിയാക്കി പോണ്ടോ. ഈ സ്വഭാവ നിന്റെ പെരുസത്തെ മോമിനെ. അതുകൊണ്ട് ഞങ്ങൾ മരിക്കൊണ്ടോ ചൊല്ല പേടി ഞങ്ങൾ കൊണ്ടുണ്ടായങ്ങ. ഇത്ര വേണ്ടാത്ത വിഷയത്തേക്ക് പോകുന്ന ഞങ്ങൾക്ക് റെഡി, ഞങ്ങൾക്ക് ധൈര്യമുണ്ടില്ല. ആയെങ്കിൽ ആ ഹബീബായ നബി തങ്ങൾ ചൊല്ല സ്വർഗ്ഗത്തിണ്ടായങ്ങ. ആ സ്വർഗ്ഗം വന്നിട്ട് ചൊല്ലു മരിപ്പ് ചൊല്ലു നിങ്ങൾക്ക് മരിക്കുകയില്ല. അപ്പൊ സ്വർഗത്തിലെ ആൾമാർക്ക് സന്തോള ജാസ്തിയാവണോ. അങ്ങക്ക് പിന്നെ സന്തോളത്തിന് ജാസ്തിയായി പോണ്ട്. കാരണം എന്തോ മരിക്കുകയില്ലല്ലേ. അതേപോലെ നരകത്തിലെ ആൾമാരെ വിളിച്ചു ചൊല്ലുക അഹ്ലന്നാ. ഓ നരകാവകാശികളെ, ഓ നരകത്തിന് പോണ്ട അവയ ആൾമാരെ നിങ്ങൾ മരിക്കുകയില്ല. അപ്പൊ അങ്ങനെ ദുഃഖ ജാസ്തിയാവൂ, അങ്ങനെ ടെൻഷൻ ജാസ്തിയാവൂ. കാരണം എന്തോ അങ്ങ് വിചാരിച്ചത് ദുനിയാവിടെ പോലെ കുറെ 10-60 വർഷം വെച്ച് നരകത്തിന് ജീവിച്ചിട്ട് മരിച്ചിട്ടുണ്ടായെങ്കിൽ പിന്നെ എന്ത് കൊണ്ടാവുകയില്ലല്ലേ. ആ ഒരു നീയത്തില് ആ ഒരു വിശ്വാസത്തിൽ ഇന്ന ആൾമാരോട് ചൊല്ലു ഇനി മരിക്കുകയില്ല.